നിന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിവില്ലെന്ന് എനിക്ക് ബോധ്യമായി. പക്ഷേ ഞാൻ നിനക്ക് തരാവുന്ന പണം ഇതാ, എടുത്തുകൊണ്ട് സ്ഥലം വിട്. അവന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും നിന്നെ കൊണ്ട് സാധിച്ചില്ല. വരവ് പുലിയെ പോലെ അല്ലായിരുന്നു. ഞാൻ പുലി തന്നെയാണടാ. പുലി പോലും നിന്നെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ലടാ. സൂക്ഷിച്ച് സംസാരിക്കണം. വെറുതെ നിന്ന് പ്രസംഗിക്കാതെ. ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് ഓർമ്മയുണ്ടല്ലോ? മിസ്റ്റർ പിള്ളേ, എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്. എന്റെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം ഒരു കൊലപാതകമാണ്. ഞാൻ അവനെ ഇന്നും തേടിക്കൊണ്ടിരിക്കുന്നു. എന്റെ കൈകൊണ്ട് ആദ്യമായി ചെയ്യുന്ന കൊലപാതകം അതായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. വാസു, ഇതൊന്നും എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളല്ല. ശേഖരമുള്ള വാക്കുകളിലല്ല, പ്രവൃത്തിയിൽ മാത്രം വിശ്വസിക്കുന്നവനാണ്. അച്ഛനെ ഭ്രാന്തണ്ട. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. രണ്ട് ദിവസത്തിനകം അവന്റെ ശവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എറിഞ്ഞു തരും. മീനു? സാറോ? അല്ല, മോനോ? മീനു ഇല്ലേ ഇവിടെ? ഇങ്ങോട്ട് ഇരുന്നാട്ടെ, അവൾ കുളിക്കാൻ പോയിരിക്കാണ്. ഈ രാത്രിയിലോ? അടുത്താണ്. എന്താ മോനെ വിശേഷം? എന്റെ അനുജത്തിയുടെ പിറന്നാളാണെന്ന്. മീനുവിന് എന്തെങ്കിലും കൊടുത്തിട്ട് പോകാമെന്ന് കരുതി. മീനുവിന്റെ പ്രായമാണ് എന്റെ അനിയത്തിക്കും. അങ്ങക്ക് വിരോധമില്ലെങ്കിൽ? അയ്യോ, വിരോധമോ? നല്ല കാര്യായി. അവൾ ഇപ്പൊ വരും. മോൻ തന്നെ നേരിട്ട് അങ്ങ് കൊടുത്താട്ടെ. അല്ലെങ്കിൽ വേണ്ട, മോനെ ഇരിക്കെ, ഞാൻ പോയി ഇതേ ഇപ്പൊ കൂട്ടിക്കൊണ്ടുവരാം. എനിക്കിഷ്ടമുണ്ടായിട്ട്. സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. എടാ, ഇത് നിന്റെ പഴയ പല്ലവിയല്ലേ? നിന്റെ കഷ്ടകാലം അടുത്തിരിക്കുന്നു. ഇല്ലടാ, നിന്നെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. എന്റെ പുതിയ പല്ലവി
വിളിക്കൂ, ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാം. ഈ സാറിനെ കുറിച്ചാണ് ഞാൻ ചേട്ടനോട് പറയാറുള്ളത്. ഈ സാറാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. നീ സംസാരിക്കാതെ കിടക്ക്. മാസ്റ്റർ, ഈ ഫോട്ടോ ഇവിടെ എങ്ങനെ വന്നു? ഇവളൊരു അനാഥയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഒരു പിച്ചക്കാരന്റെ കയ്യിൽ നിന്നും വാസുവാണ് ഇവളെ രക്ഷിച്ചത്. ആ ഫോട്ടോ ഇവളുടെ കാണാതെ പോയ സഹോദരന്റെയും മരിച്ചുപോയ അമ്മയുടെയുമാണ്. അന്ന് ഞങ്ങൾ അവിടെ തിരക്കി ചെന്നപ്പോൾ ആകെ കിട്ടിയത് ഈ ഫോട്ടോ മാത്രമാണ് സാർ. മാസ്റ്ററെ, ആ സഹോദരൻ ഞാൻ തന്നെയാണ്. ബിന്ദു, ബിന്ദു, ഇതാ നിന്റെ വിജയേട്ടൻ വന്നിരിക്കുന്നു. ബിന്ദു, ബിന്ദു. ഉഷയെ നിങ്ങൾക്കെങ്ങനെ അറിയാം? പറയാം, അതൊരു കഥയാണ്. ഓഹോ, ഇതാണല്ലേ കാര്യം. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം സാർ. ശരി, സമാധാനമായിരിക്കും. അങ്ങനെ ഞാൻ അവളെ കല്യാണത്തിൽ നിന്നും രക്ഷിച്ചു. നിങ്ങളുടെ ലക്ഷ്യവും ഉദ്ദേശവും നിറവേറി. എന്റേത് മാത്രം ബാക്കി നിൽക്കുന്നു. മനസ്സിലായില്ല. വരൂ, പറയാം. ഈ മാല ഏതാണെന്നറിയാമോ? എന്റെ അച്ഛൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത സമ്മാനമാണിത്. അറിയാം. അറിയാമല്ലേ? അപ്പോഴെന്റെ അമ്മയെ കൊന്നതാരാണെന്നും നിങ്ങൾക്കറിയാം. ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലായി. എന്റെ അച്ഛനും നിങ്ങളുടെ ഭർത്താവും ഒന്നാണ്. ലോകത്തൊരു ഭാര്യയും സ്വന്തം ഭർത്താവ് മറ്റു സ്ത്രീയുമായി ബന്ധപ്പെടുന്ന ഇഷ്ടപ്പെടില്ല. എന്റെ അമ്മയുടെ മരണത്തിൽ നിശ്ചയമായി നിങ്ങൾക്കും പങ്കുണ്ട്. എനിക്കൊരു പങ്കുമില്ല. പച്ചക്കള്ളം. ഈ ഫോട്ടോയിൽ തൊട്ട് നിങ്ങൾക്ക് സത്യം ചെയ്യാമോ നിങ്ങൾക്കതിൽ പങ്കില്ലെന്ന്? പറയൂ, എന്റെ അമ്മ എന്തിനു കൊന്നു? ആരാണ് കൊലയാളി? എനിക്കവനെ കാണണം, അവനോട് പകരം വീട്ടണം. എങ്കിലും എന്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടും. പറയാൻ
ഒന്നുമില്ല മോനെ. ആ രാത്രിയിൽ തന്നെ വിഷം കലർന്ന പാല് കഴിച്ചാണ് നിന്റെ അച്ഛനും മരിച്ചത്. പാല് കൊണ്ടുവച്ചത് ഞാനാണ്. പക്ഷെ ആ പാലിൽ എങ്ങനെ വിഷം കലർന്നു എന്ന് എനിക്കറിയില്ല. സത്യമായി എനിക്കറിയില്ല മോനെ, സത്യമായും. എടാ കുലദ്രോഹി. അച്ഛൻ എന്ത് ഭയത്തിലാണ് കാണിച്ചത്? എന്താണ്? വെളിച്ചം തേച്ച പാണ്ടായി എല്ലാം തയ്ച്ചു. എന്തുണ്ടാകും പറയണ? എന്താ ഇപ്പോ? ഒന്നും പറയാനില്ല. ഇവിടെ അഭിനയിക്കാൻ അച്ഛൻ കൊണ്ടുവന്ന വാസു ആരാണെന്ന വിചാരം? ആരായാലും എന്താടാ, അവൻ ചുണക്കുട്ടിയാണല്ലോ, അത് മതി. മണ്ണാങ്കട്ടി. അവനാണ് അമ്മാവന്റെ രഹസ്യ ഭാര്യയുള്ള മകൻ വാസു. എന്ത്? വാസു ഭാഗ്യപരമായാണെന്നോ? വെൽക്കം വെൽക്കം. വെൽ വെൽ വെൽ. വെരി വെൽ ഡൺ മൈ ബോയ്. ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലി വളരെ കൃത്യമായി തന്നെ നീ ചെയ്തു തീർത്തു. അതിന് ഞാൻ നിനക്ക് തരാൻ പോകുന്ന സമ്മാനം എന്താണെന്ന് അറിയാമോ? നീ സ്വപ്നത്തിൽ പോലും കണ്ടിരിക്കാനിടയില്ല. എന്താണെന്ന് അറിയണ്ടേ? അനങ്ങരുത്. നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നീ എന്റെ ജന്മശത്രുവായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷേ തക്ക സമയത്ത് തന്നെ എനിക്കത് മനസ്സിലായി. എനിക്ക് 2 ശത്രുക്കളാണുള്ളത്. ഒരുത്തനെ നീ തന്നെ കൊന്നു. നിന്റെ മരണം എന്റെ കൈകൊണ്ട് തന്നെ ആയിക്കൊള്ളട്ടെ. തോക്ക് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കാനാ പറഞ്ഞത്. ഇനി രണ്ടിന്റെ കഥ ഒരുമിച്ച് കഴിച്ചേക്കാം. അല്ലടാ മോനെ? Yes, sir.